അതിനിടയിൽ സർഗാത്മകമായ പ്രതിഷേധങ്ങൾക്കാണ് ജന്തർ മന്ദിർ സാക്ഷിയാകുന്നത്. പാട്ട്, വര, മുദ്രാവാക്യങ്ങൾ എല്ലാമാകുന്ന കാഴ്ച. പ്രതിഷേധ തെരുവിൽ ഇരുന്ന് നരേന്ദ്രമോദിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കുമെതിരെ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു കലാകാരനെയും ഞങ്ങൾ പ്രതിഷേധ കാഴ്ചകളിൽ കണ്ടു. മുബഷിർ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കണ്ടുവരാം. ജന്തർ മന്ദിറിൽ ഓരോ വിദ്യാർത്ഥികളും വേറിട്ട രീതിയിലാണ് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു കലാകാരൻ അദ്ദേഹം വിവിധ തരത്തിലുള്ള ചിത്രങ്ങൾ വരക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധ സമരത്തിന്റെ വിവിധ ആശയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ചിത്രങ്ങളാണ്. അതിൽ നരേന്ദ്രമോദിക്കെതിരായുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന ചിത്രങ്ങളുണ്ട്. നിരാഹാര സമരം വരുന്ന വ്യക്തിയുടെ ചിത്രം ഉൾപ്പെടുത്തി വലിയ ആശയം സമൂഹത്തിലോട്ട് മുന്നോട്ട് വെക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് ഇവിടെ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ ആളുകൾ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് പോലെ പോസ്റ്റർ പോലെയുള്ള പേപ്പർ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അതിൽ മനോഹരമായ രീതിയിൽ പോസ്റ്ററുകൾ എഴുതുന്നു. അതിന്റെ കോണ്ടന്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മൂർച്ചയുള്ള വാക്കുകളാണ് കേന്ദ്ര സർക്കാരിനെതിരെ. നിലവിലെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അധപതനത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ആ മുദ്രാവാക്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിൽ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. पूरा तुम्हारा ड्राइंग्स है? जी मैंने पूरा बनाया. जो यहाँ प्रोटेस्ट चल रहा है, यहाँ पे जो मुद्दाएं जो है लोगों के बीच है, उन चीज़ों को मैं बनाने की कोशिश किया हूँ. लोगों की क्या मांगे हैं, सरकार का किस तरह का रवैया है लोगों के प्रति, और पुलिस का कैसा रवैया है. सरकार जो है अंधी, गूंगी और बहरी बनी हुई है, तो उसको लेकर भी मैंने यहाँ पे पेंटिंग बनाया है. और यहाँ पे बच्चे जो है नीट का जो है पेपर लीक हुआ था, तो वो धर्मेंद्र प्रधान जी का रिजाइन चाहते हैं. और यहाँ पे आप एक उदाहरण ये भी देख सकते हैं कि जिस तरह से बीजेपी जो है सांप्रदायिक दंगे कराती है, आरएसएस दंगे कराती है, लेकिन यहाँ पे आप एक अलग उदाहरण देखें कि यहाँ पे हिंदू, मुस्लिम, सिख, ईसाई सब मिल के यहाँ पे इस प्रोटेस्ट को आगे बढ़ा रहे हैं. So you are protesting through these powerful drawings, right? Yes, I am protesting through my expressive cartoon artworks. You think that the powerful drawings have a great visions to talk to the society, right? Yes, it is more expressive than words, and people can see them with emotions. An illiterate person can also understand the paintings. അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ? അതായത് ശക്തമായിട്ടുള്ള ഇത്തരത്തരം രചനകളിലൂടെ, വരകളിലൂടെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം അത് പൊതുസമൂഹത്തിന് മുന്നിൽ കാണിക്കാൻ സാധിക്കും. ഇവിടെയുള്ള പ്രതിഷേധത്തിന്റെ ഒരു നേർചിത്രം ലോകത്തിന് മുന്നിൽ വരച്ചു കാണിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിൽ ഈ ജന്തർ മന്ദിറിലെ പ്രതിഷേധം അത് വേറിട്ട രീതിയിൽ തന്നെയാണ് നമ്മുടെ യുവതലമുറ, ജെൻസി തലമുറ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും മനോഹരമായിട്ടൊരു കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായിട്ട് ജന്തർ മന്ദിറിൽ നിന്നും നമ്മൾ പങ്കുവച്ചതും. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂകൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ ജന്തർ മന്ദിർ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ മുബഷിറാണ് വിവരങ്ങൾ നൽകിയത്.